ഹലോ ഓൾ, നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15 വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്താണ് സീക്വൻസ് വരുന്നത്? 1, 3, 5 എക്സെട്ര. ഓക്കെ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. a+n-1 ഇൻറ്റു d. അതിൽ ഈ സീക്വൻസിൽ നിന്ന് ഗിവൺ ഡാറ്റാസ് ആദ്യം എഴുതാം. ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 3 - 1 ഈസ് 2. ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. a = 1 പ്ലസ് n-1 ഇൻറ്റു d മീൻസ് 2. 1 പ്ലസ് 2 ഇൻറ്റു n, 2n, 2 ഇൻറ്റു -1 -2. അതിൽ ഫസ്റ്റ് 2nൻ്റെ ടേം നമുക്ക് എഴുതാം. 2n 1 - 2 -2. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് ആണ്. ഈ സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതണം. 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 0, 3, 6 എക്സെട്ര. നമ്മൾ ഈ സെയിം സീക്വൻസ് കുറച്ച് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നില്ല. ഇനി റിമൈൻഡർ 1 വരുന്ന സീക്വൻസ്, ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. ഈ സീക്വൻസിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. റിമൈൻഡർ 1 വരണമെന്നുണ്ടെങ്കിൽ ഈ മൾട്ടിപ്പിൾസിൻ്റെ ഒക്കെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. 0 + 1 1, 3 + 1 4, 6 + 1 7. So this is our sequence. Now we need to write the algebraic expression. Algebraic expression എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. a+n-1 ഇൻറ്റു d. ഇവിടെ a 1 ആണ്. കോമൺ ഡിഫറൻസ് 4 - 1 3. So when we substitute these values, a is 1 plus n-1 into d is 3. So 1 plus 3 into n, 3n. 3 into -1 -3. 3n 1 minus 3 -2. So 3n - 2 will be the answer. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1. 1ൽ എൻഡ് ചെയ്യുന്ന സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1, 11, 21, 31, 41 എക്സെട്ര. ഇതാണ് സീക്വൻസ്. അതിൽ അരിത്തമാറ്റിക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഈ ഫസ്റ്റ് ടേം a = 1 ആണ്. കോമൺ ഡിഫറൻസ് 11 - 1 10 ആണ് കിട്ടുന്നത്. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1 + n-1 ഇൻറ്റു 10. ഇവിടെ 10 ഇൻറ്റു n 10n മൈനസ് 10 ഇൻറ്റു -1 -10. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? 10n നമുക്ക് എന്നിൻ്റെ ടേം ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് 1 - 10 -9 വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് തേർഡ് ക്വസ്റ്റ്യൻ. നൗ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1 or 6. 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന സീക്വൻസ് നമുക്കറിയാം. സീക്വൻസ് 1, 6, 11, 16 എക്സെട്ര. ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഴുതുകയാണെങ്കിൽ a ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് 6 - 1 5 ആണ് വരുന്നത്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 5 ഇൻറ്റു n. ഇവിടെയാണ് ചെറിയ ഡൗട്ട് ഉണ്ടാവുക. അതാണ് ഞാൻ ഇവിടെ മാത്രം പറയുന്നത്. 1 + 5 ഇൻറ്റു n 5n മൈനസ് 5 ഇൻറ്റു -1 -5. സോ എന്നിൻ്റെ ടേം ആദ്യം എഴുതാം. 5n 1 - 5 -4. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് -4 എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ 5n - 4 എന്നായിട്ട് ആൻസർ എഴുതാം, അല്ലെങ്കിൽ ഓർ വേണമെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ എഴുതാം. 1 - 5 -4 പ്ലസ് 5n. 5nൻ്റെ സൈന് പ്ലസ് ആണല്ലോ. സോ പ്ലസ് 5n. എങ്ങനെ എഴുതുന്നത്? ഫസ്റ്റ് 1 - 5 -4 പ്ലസ് 5n പ്ലസ് 5n. ഇത് തന്നെയാണ് രണ്ട് രീതിയിൽ വേണമെങ്കിലും എഴുതാം.
സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യനിൽ ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിങ് വിത്ത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ അടുത്ത പോളിഗൺ എന്തായിരിക്കും? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കഴിഞ്ഞാൽ സ്ക്വയർ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, അങ്ങനെയാണ് പോളിഗൺസ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്താണ്? 180 ഡിഗ്രിയാണ്. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. n-2 × 180 ഈക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് 180 കിട്ടുന്നത്. സ്ക്വയറിൻ്റെ കേസിൽ 360 ആണ്, പെൻറ്റഗണിൻ്റെ കേസിൽ 540 ആണ്. അപ്പോൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? ഇതെല്ലാം 180യുടെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 180n എന്ന് എഴുതാം. അതിൽ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 180 × 1 180 അല്ല കിട്ടുന്നത്, 180 × 2. സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 180 × 2 360. തേർഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് 180 × 3 540 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം 180യുടെ മൾട്ടിപ്പിൾസ് ആണ്. സോ വി റോട്ട് 180n as algebraic expression for sum of interior angles. Okay. അടുത്ത നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഏത് പോളിഗൺ ആണെങ്കിലും 360 ഡിഗ്രിയാണ് ഔട്ടർ ആംഗിൾ വരുന്നത്. അപ്പോൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? 360 തന്നെ ആയിരിക്കും. ഓക്കെ. ആൾജിബ്രായിക് എക്സ്പ്രഷനും 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി അടുത്തത് മെഷർ ഓഫ് 1 ഇൻറ്റീരിയർ ആംഗിൾ ഓർ മെഷർ ഓഫ് 1 ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ എങ്ങനെയാണ് കിട്ടുന്നത്? 180/3 ആണ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 1 ഇൻറ്റീരിയർ ആംഗിൾ. അതെങ്ങനെയാണ് കിട്ടുന്നത്? 180 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് 3 ആണല്ലോ. സം ഓഫ് ഇന്നർ ആംഗിൾസ് 360 ആണ് സ്ക്വയറിൻ്റെ കേസിൽ. നമ്പർ ഓഫ് ആംഗിൾസ് 4 ആണ്. അപ്പോൾ 360/4. പെൻറ്റഗണിൻ്റെ കേസിൽ 540/5. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത്? 180 360 540. 180യുടെ മൾട്ടിപ്പിൾസ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പോൾ 180n എന്ന് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 + 2. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ല ഫസ്റ്റ് ഡിനോമിനേറ്റർ 3 കിട്ടുന്നത്. അപ്പോൾ n+2 എന്നാക്കിയിട്ട് എഴുതിക്കൂടെ നമുക്ക്? ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 180 ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 180 × 1 180. അതേസമയത്ത് ഡിനോമിനേറ്റർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 + 2 3 എന്ന് കിട്ടുന്നുണ്ട്. സെക്കൻഡ് സീക്വൻസ് നോക്കാം. 180 × 2 360 കിട്ടുന്നുണ്ട്. ന്യൂമറേറ്റർ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഫസ്റ്റ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്റർ നമ്മൾ ചെയ്തതാണ്. ഡിനോമിനേറ്റർ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഡിനോമിനേറ്റർ എല്ലാ ടേമിൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 3 കിട്ടി. സെക്കൻഡ് ടേമിൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി. തേർഡ് ടേമിൻ്റെ കൂടെ 3 + 2 ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. അതാണ് നമ്മൾ n+2 എന്നെഴുതിയത്. Okay, so this is the expression for algebraic expression for 1 interior angle. Okay. Last question, 1 outer angle. 1 outer angle algebraic expression എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഔട്ടർ ആംഗിൾ സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? 360/3. സം ഓഫ് ഔട്ടർ ആംഗിൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ്. അപ്പോൾ 1 ഔട്ടർ ആംഗിൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിൽ /3 എന്നല്ല വരിക. പെൻറ്റഗണിൻ്റെ കേസിൽ 360/4. സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ് എല്ലാ കേസിലും. /4 എന്ന് വരും സ്ക്വയറിൻ്റെ കേസിൽ. പെൻറ്റഗണിൻ്റെ കേസിൽ 5 ആംഗിൾസ് ആണുള്ളത്. സോ ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഇനി ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ 1 ഔട്ടർ ആംഗിൾ നമുക്ക് എഴുതി നോക്കാം. ന്യൂമറേറ്റർ എല്ലാം 360 ആണ് വരുന്നത്. സോ 360 എന്ന് തന്നെ ന്യൂമറേറ്ററിൽ എഴുതാം. ഡിനോമിനേറ്റർ എന്താ വരുന്നത്?
ഫസ്റ്റ് 3 ആണ്, ദെൻ 4, ദെൻ 5. ഇവിടെ 3, 4, 5 വന്നപ്പോൾ നമ്മൾ n+2 എന്നല്ല എഴുതിയത്. അപ്പോൾ നമുക്കതുപോലെ n+2 എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 360/1+2 3 എന്ന് കിട്ടും. സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് 360 ഡിവൈഡഡ് ബൈ എന്നിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 2+2 4 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഓഫ് പോളിഗൺസ് എഴുതുന്നത്.